എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കടന്നപ്പള്ളി, അതായത് കണ്ണൂർ ജില്ലയിൽ കടന്നപ്പള്ളി പടിഞ്ഞാറക്കരയുള്ള വില്ലേജ് വ്ളോഗേഴ്സിന് നീന്തൽ അക്വാ സെൻറ്റർ നിർമ്മിച്ച് നൽകിയ അക്വാപോണിക് സിസ്റ്റത്തിലാണുള്ളത്. നമുക്കിത് കാണാൻ പറ്റും. 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള അക്വാപോണിക്സ് ആണ്. അതിൽ ഏകദേശം 600ഓളം റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. പിന്നെ ഏകദേശം 20ഓളം ട്രയൽ നമ്മൾ പച്ചക്കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയാണ്, പച്ചമുളക്, വഴുതിനി, തക്കാളി, അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറിയും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം പൂവിട്ടിട്ടുണ്ട്, ചിലത് പൂവിട്ടിട്ടുണ്ട്, ചിലതിൽ കായ വന്നിട്ടുണ്ട്. വെണ്ടക്കയിലൊക്കെ ഇപ്പോൾ കായ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. അതേപോലെ നല്ല റെഡ് തിലാപ്പിയ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്. അത് മീനൊന്ന് കാണിച്ചു, വലിപ്പം വെച്ചിട്ടുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടാർപ്പായ വലിച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം എല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് മാറിക്കാണെങ്കിൽ ഈ ഒരു മഴക്കാലം വരെയുള്ള ഈ ഒരു ടാർപ്പായൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ചെടിക്ക് നന്നായി സൂര്യപ്രകാശം കിട്ടും, നല്ല രീതിയിൽ കുറച്ചും കൂടി വളർച്ച കൂടും. ഇപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഭാഗത്തേക്കാണ് ചെടി ചെരിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല രീതിയിൽ വളർച്ചയുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഇത് നിർമ്മിച്ച് മീൻ ഇട്ടിട്ട് ഏകദേശം 2 മാസമേ ആകുന്നുള്ളൂ, അല്ലേ? 2 മാസമേ ആകുന്നുള്ളൂ. 2 മാസം കൊണ്ടാണ് ഇത്രയും വളർച്ചയായിട്ടുള്ളത്. അത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. എയറേറ്റർ ആയാലും അതേപോലെ പമ്പാണെങ്കിലും ഫുൾ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ അടയാളം. കണ്ണോളാണ്ടൊക്കെ വെച്ച്. പിന്നെ ഇത്ര തന്നെയാണ്. ഇനി കായ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് നമ്മൾ കൊടുത്ത ടൈമർ. എയറേറ്ററിനും അതേപോലെ പമ്പിനും വേണ്ടിയിട്ടുള്ള 2 ടൈമർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മീനിപ്പോൾ തീറ്റിയെടുക്കുന്നുണ്ട്. 2 മാസമായിട്ടുണ്ട്. ഇനി ഈ മാസം തന്നെ ഏകദേശം ഒരുവിധം എല്ലാം ഇപ്പം വെണ്ടക്കയിലെല്ലാം ഇതാ കായ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ പച്ചമുളക് മുട്ടിട്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാം അടുത്ത പൂവിടേണ്ട തയ്യാറെടുപ്പിലാണുള്ളത്. ഈ മാസം തന്നെ ഏകദേശം എല്ലാത്തിലും കായ്ഫലം ഉണ്ടാവും. അപ്പോൾ അതും കായ്ഫലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ വളർച്ച കുറച്ചും കൂടി വേഗത്തിലാകുന്നുണ്ട്. അപ്പോൾ അന്നേരമുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.